ആസൂത്രണ ബോർഡ് നിയമനത്തിനുള്ള PSC പരീക്ഷയിലെ ക്രമക്കേടിൽ അന്വേഷണം നടത്തുന്നതിൽ സംസ്ഥാന സർക്കാർ തീരുമാനം നാളെ. വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ നാളെ നടക്കുന്ന മന്ത്രിസഭാ യോഗം അന്തിമ തീരുമാനമെടുക്കും. വിവരങ്ങളുമായി അപർണ KS ചേരുന്നു. അപർണ, എന്തായാലും ആസൂത്രണ ബോർഡ് നിയമനത്തിലുള്ള ക്രമക്കേടിൽ PSC പരീക്ഷയിലുണ്ടായ ക്രമക്കേടിലൊക്കെയാണ് നാളെ സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കുന്നത്. എന്തായാലും വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? വിശദാംശങ്ങൾ എങ്ങനെയാണ്? അരുണിമ, PSC ആസൂത്രണ ബോർഡ് നിയമന തട്ടിപ്പിൽ അന്വേഷണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ തീരുമാനം നാളെ ഉണ്ടാകും. വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുന്നതടക്കം നാളെ നടക്കുന്ന മന്ത്രിസഭാ യോഗം പരിഗണിക്കുന്നതായിരിക്കും. ഇതിനിടെ ഇന്നലെ നടന്ന യോഗം ആഭ്യന്തര വിജിലൻസ് SP കൊണ്ട് അന്വേഷിക്കാൻ തീരുമാനിച്ചിരുന്നു. യോഗത്തിൽ ചെയർമാനെതിരെ അതിരൂക്ഷ വിമർശനമാണ് അംഗങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചിരുന്നത്. ഈ വിഷയത്തിൽ സർക്കാർ തീരുമാനം എന്താകും എന്നതാണ് വലിയ ആകാംക്ഷ ഉളവാക്കുന്നത്. അതായത് വലിയ വിവാദങ്ങൾക്കൊടുവിൽ ചെയർമാൻ MR ബൈജുവിനെ തിരുത്തിക്കൊണ്ട് അന്വേഷണ ചുമതല നൽകുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം ഇന്നലത്തെ യോഗത്തിൽ നടന്നത്. ഇന്നലെ നടന്നത് ഒരു നിർണായക യോഗം തന്നെയായിരുന്നു. PSC ആസ്ഥാനത്ത് ഇന്നലെ വളരെ നിർണായകമായ യോഗമാണ് നടന്നത്. 2 ആഴ്ചക്കുള്ളിൽ ഇടക്കാല റിപ്പോർട്ട് വരുന്നതായിരിക്കും. ആ റിപ്പോർട്ട് പുറത്തു വരുന്നത് വരെ സർക്കാർ കാത്തിരിക്കുമോ അതോ നാളെ തന്നെ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുമോ എന്നതാണ് നമുക്കിനി അറിയേണ്ടതുള്ളത്. ആഭ്യന്തര വിജിലൻസ് SP അന്വേഷണം പോലും ഒരു പ്രഹസനമാകുമെന്ന ഒരു കരുതൽ സർക്കാരിന് നിലനിൽക്കുന്നുണ്ട്. അതായത് ഉന്നത തലത്തിൽ അട്ടിമറി നടന്നു എന്നുള്ള പരാതി വ്യാപകമായി മുഖ്യമന്ത്രിക്ക് അടക്കം ലഭിച്ചിട്ടുണ്ട്. വിവാദ നിയമനത്തിൽ അഭിമുഖം നടത്തിയിരിക്കുന്നത് ചെയർമാൻ MR ബൈജുവാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിക്കാനായിട്ട് ഈ ആഭ്യന്തര വിജിലൻസ് SP സാധിക്കുമോ, ഉന്നത തലങ്ങളിലേക്ക് പോകുവാൻ സാധിക്കുമോ എന്ന സംശയം സർക്കാരിന് ഉണ്ട്. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് എന്താകും തീരുമാനം എന്നുള്ളത് നാളെ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിലായിരിക്കും തീരുമാനം ഉണ്ടാവുക. ആസൂത്രണ ബോർഡിലെ നിയമനത്തിൽ മാത്രമല്ല, അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ, DYSP അടക്കമുള്ള പല നിയമനങ്ങളും ഇത്തരത്തിൽ സമീപകാലത്ത് പലതരത്തിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള വ്യാപകമായ പരാതികൾ സർക്കാരിനും മുഖ്യമന്ത്രിക്കും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഒരു സമഗ്രമായ അന്വേഷണത്തിലേക്ക് സർക്കാർ പോവാനുള്ള സാധ്യതയും ഉണ്ട്. എന്തായാലും ഭരണഘടനാ സ്ഥാപനമായതിനാൽ ഈ വിഷയത്തിൽ സർക്കാരിന് പരിശോധന നടത്താൻ സാധിക്കുമോ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് നിയമോപദേശം ഒക്കെ തന്നെ ലഭിച്ചിരുന്നു. സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താം, അതിന് നിയമപരമായ യാതൊരുവിധ തടസ്സങ്ങളും ഇല്ല എന്ന് ഉള്ള ഒരു നിയമോപദേശം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും സർക്കാർ വിജിലൻസ് അന്വേഷണത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഒരുപക്ഷെ ഇടക്കാല ഉത്തരവിന് കാക്കാതെ ഒരു സമഗ്രമായ അന്വേഷണം തന്നെ സർക്കാർ പ്രഖ്യാപിക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. എന്തായാലും സമഗ്രമായ അന്വേഷണം നടത്തും. ഈ PSC നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉദ്യോഗാർത്ഥികൾക്കിടയിൽ തന്നെ വലിയ ആശങ്കകളും ആശയക്കുഴപ്പങ്ങളും ഒക്കെ തന്നെ നിലനിൽക്കുകയാണ്. എന്തായാലും PSCയുടെ നടപടിയുമായി ബന്ധപ്പെട്ട് സർക്കാർ നാളെ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും. വിജിലൻസ് അന്വേഷണം അടക്കം പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുമുണ്ട്. അരുണിമ, ശരി, വ്യക്തമാണ്. എന്തായാലും PSC പരീക്ഷയിലെ ക്രമക്കേടിൽ അന്വേഷണം നടത്തുന്നതിലൊക്കെയാണ് അന്തിമ തീരുമാനം സംസ്ഥാന സർക്കാർ എടുക്കുക. വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുമോ എന്നതൊക്കെയാണ് ഇനി നോക്കിക്കാണേണ്ടത്. എന്തായാലും മന്ത്രിസഭാ യോഗമാണ് അന്തിമ തീരുമാനമെടുക്കുക. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അപർണ KS ആണ്.